പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ പലതവണ കേൾക്കാറുള്ള, ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുള്ള ദൈവത്തിൻ്റെ സ്നേഹം, നമുക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ ദൈവം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉത്തരം നൽകിയ, ഞാൻ അനുഭവിച്ച, വചനത്തിലൂടെ വായിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ, വചനപ്രസംഗങ്ങളിലൂടെ കേട്ടറിഞ്ഞ ദൈവത്തെയല്ല, അതിനപ്പുറത്ത് ഉത്തരം നൽകുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ അനുഭവം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവനുള്ള, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ ജനത്തോട് പറയുന്ന വചനമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലൊരു ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നപ്പം ഒരു വലിയൊരു എമൗണ്ട് കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നു. ഒരു വിധത്തിലും നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് കണ്ടെത്തി ആ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, മറ്റുള്ളവരോട് ചോദിക്കാനും ഒരു ബുദ്ധിമുട്ട്, മറ്റെവിടെ നിന്ന് കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലോചിച്ചപ്പോൾ ഒരു പൊതുവായൊരു തീരുമാനം ഇങ്ങനെ എടുത്തു, ഒരു കാര്യം ചെയ്യാം. ഈ അടുത്ത 2-3 മാസം മുമ്പ് ഒരു ചിട്ടിക്ക് ചേർന്നായിരുന്നു, KSFEയുടെ. ആ 2-3 മാസമായിട്ടുള്ള ചേർന്നിട്ട് 19 പേരോളം ഉള്ള ഒരു ചിട്ടിയാണ്. അപ്പോൾ ആ ചിട്ടി കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അത് കിട്ടുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഒരു നോർമൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വീട്ടിലൊരു തീരുമാനം എടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചിട്ടിയുടെ നറുക്ക് വരുന്ന ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ, ഞാനും പപ്പായും അമ്മയുണ്ട്, ഞങ്ങൾക്ക് തീരുമാനിച്ചു രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഒരു 11 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിക്കാം. വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, അപ്പം അവിടെ തിരിയും കത്തിച്ച് വെച്ച് മാറി മാറി റൊട്ടേഷണൽ വൈസ് ഒരു 11 മണിക്കൂർ പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് പപ്പ പോയി സമയമാകുമ്പോൾ പോവുക, പ്രാർത്ഥിച്ചൊരുങ്ങി പോകാം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ശനിയാഴ്ച വന്നു, ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പള്ളിയിൽ പോയി, അച്ഛൻ്റെ അടുത്ത് പോയി എല്ലാവരും കുമ്പസാരിച്ചൊരുങ്ങി കുർബാനയും സ്വീകരിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് ഓരോരുത്തരും മാറി മാറി, എല്ലാവരും ഒരുമിച്ചൊന്നും ഇരുന്നില്ല, ഓരോരുത്തരും മാറി മാറി ഇരുന്നു. അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മാറി മാറിയിരിക്കും. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. ഒരു 11 മണിക്കൂർ പ്രാർത്ഥന ഞങ്ങൾ ഉദ്ദേശിച്ചത്. 11 മണി എങ്ങാണ്ടായപ്പോൾ പപ്പയ്ക്ക് പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾ മാറിയിരുന്നു. അങ്ങനെ പപ്പ പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ചിട്ടി നമുക്കടിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു 2-3 മാസമായിട്ട് തുടങ്ങിയിട്ട് 19 പേര് പങ്കെടുക്കുന്ന ഒരു ചിട്ടിയാണ്. അപ്പം നമ്മൾ അറിയാലോ, നമ്മൾ ഇത് നറുക്കാണ് വിളിക്കുന്നത്, KSFEയുടെ ചിട്ടിയാണ്, നറുക്ക ചിട്ടിയാണ്. ഇത്രയും പേർക്കിടയിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യത വളരെ കുറവാണ്. അത് ഇമ്പോസിബിൾ തന്നെ വേണേൽ പറയാം. പക്ഷേ അതിന് കിട്ടിയതിൻ്റെ ഒരേ ഒരു കാരണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും അതിന് മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെയും ബലത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണവും ആ ദൈവം നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എവിടെ പോകും? നമ്മൾ ആരോട് പറയും? ആരുടെ അടുത്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം. സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ട്, പക്ഷേ സമ്പന്നനായ ഒരു ദൈവം
നമ്മുടെ കൂടെയുണ്ട്. രോഗാവസ്ഥകൾ നമുക്കുണ്ടാകും, പക്ഷേ സൗഖ്യദായകനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ടാവും, മനുഷ്യർ നമ്മളെ വട്ടപൂജ്യമായിട്ടും തോറ്റുപോയെന്നും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും ആനന്ദവും അതാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് കർത്താവിലുള്ള ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് എണീറ്റ് നിൽക്കാം, കണ്ണുകൾ നടക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവം ആണ് നമ്മുടെ ദൈവം. ആ ദൈവം ഈ സമയങ്ങളിൽ നമ്മളുടെ ഇടയിലുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം സത്യമായും നമ്മുടെ ഇടയിൽ തന്നെ ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പ്രാർത്ഥനകളും ദൈവം കേൾക്കാതെ പോകുന്നില്ല. നമ്മൾ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനകളും ദൈവം കേൾക്കാതിരിക്കുന്നില്ല. കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. മറ്റാരും അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ദൈവം അറിയുന്നു. തിരുവചനം പറയുന്നു, എൻ്റെ അലച്ചിലുകളുടെ എണ്ണം എൻ്റെ കർത്താവിന് അറിയാം. എൻ്റെ കണ്ണുനീരിൻ്റെ എണ്ണം പോലും അറിയുന്ന ദൈവം. എനിക്കറിയില്ല എൻ്റെ കണ്ണിൽ നിന്ന് എത്ര കണ്ണുനീര് വരുന്നുണ്ടെന്ന്, പക്ഷേ എൻ്റെ കർത്താവിനറിയാം. മനുഷ്യരുടെ ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കർത്താവാകട്ടെ എൻ്റെ ഹൃദയഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. ആരും അറിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പനങ്ങൾ എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ ആനന്ദിക്കുന്നത്. എനിക്ക് സങ്കടങ്ങളുണ്ട്, പക്ഷേ എനിക്ക് കർത്താവുണ്ട്. എനിക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, പക്ഷെ കർത്താവുണ്ട്. ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ യഹോവ നിസ്സിയായവൻ, വിജയക്കൊടിയായവൻ എൻ്റെ കൂടെയുണ്ട്. മരുഭൂമിയിൽ ഹാഗാർ കുഞ്ഞിനെയും കൊണ്ടുപോയി കുഞ്ഞ് മരിക്കുന്നത് കാണാൻ പറ്റാതെ മാറിക്കരഞ്ഞിരുന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കണ്ടു. അപ്പൊ ഹാഗാർ പറഞ്ഞു, എൽറോയ്, എന്നെ കണ്ട ദൈവത്തെ ഞാനും കണ്ടു. എൽറോയ്, എന്നെ കണ്ട ദൈവത്തെ ഞാനും കണ്ടു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവത്തെ ഞാനും കാണുന്നു. ഈ സമയത്ത് ജീവിക്കുന്ന ദൈവത്തെ ഈ സമയങ്ങളിൽ ഞാനും കാണുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്താം. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഒപ്പമുള്ള സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്. കൂട്ടിനവനെന്നും കൂടെയുണ്ട്. ഏറ്റവും വലിയ ബലം ആരുമില്ലെങ്കിലും എൻ്റെ കർത്താവ് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്. ഞാൻ അറിയുന്ന കർത്താവ് കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. പാടാം നമുക്ക്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്. കൂട്ടിനവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്.
ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കരങ്ങളും തുറന്നു പിടിക്കാം. നമുക്ക് കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ സമയങ്ങളിൽ അനുഭവിക്കാം. അവൻ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, ഇപ്പോഴുണ്ട് കൂടെ. എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. അതിപ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയാം. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ഈ സമയങ്ങളിൽ. ഹൃദയത്തിൽ സ്തുതിക്കാം ദൈവത്തെ. ആഴത്തിൽ കൂടെയുണ്ട് ഈശോയെ. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. എല്ലായിടത്തും ഉണ്ട് കർത്താവേ. ആഴത്തിൽ കൂടെയുണ്ട് ഈശോ. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യ നേരത്തൻ കൂടെയുണ്ട്. അവിടുന്നാണ് ഞങ്ങളുടെ ബലം കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ബലം കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ളതാണ് കർത്താവേ ഞങ്ങളുടെ ബലം. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവേ അവിടുന്ന് കൂടെയുണ്ട്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി. ഇരിക്കാം. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി, കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും കർത്താവിന് കൊടുത്ത് നന്നായി ഒരു കരമടിച്ച് കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കൊടുക്കാം. പോരാ പോരാ, കുറച്ചുകൂടെ നന്നായി കരമടിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞേ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ചലിപ്പിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 52:1 വായിക്കുന്നു, സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊന്ന് നോക്കി കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഉറക്കമൊക്കെ പോട്ടെ. സിയോൻ എന്ന് പറഞ്ഞേ, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. അത് മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ജോഷയോട് മോശ പറയാണ്, കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. അതിനാൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. അതിനാൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവ്
ഒറ്റവാക്കി പറഞ്ഞാൽ നീ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്. ഈ വചനം ഈ രാത്രിയിൽ ഈ നൈറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേൽ അഭിഷേകമായി വരികയാണ്. നമുക്കിന്ന് കരം പിടിച്ച വചനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവൻ എല്ലാവരും നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കേട്ടോ, വചനത്തിൽ മോശയോട് പറഞ്ഞു, കർത്താവാണ് ഞാൻ നിൻ്റെ മുമ്പിൽ പോകും. ഓരോ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യനോടും കർത്താവ് പറയുന്ന ഒരു സ്വരമാണത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ മുമ്പിൽ പോകും. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവ സാന്നിധ്യവും ദൈവസ്നേഹവും ദൈവസ്വരവും വെളിപ്പെടുമ്പോഴാണ്, നമുക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് പ്രതികൂലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണം? ഉറച്ചു നിൽക്കണം. കാരണം എന്താണെന്നറിയാം? ആ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ചെങ്കടലിൻ്റെ പ്രതിസന്ധി, ഈജിപ്ഷ്യൻ സൈന്യം, ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഉറച്ചൊന്ന് നിന്നേ. ഈ രാത്രിയിൽ അനേകരോട് കർത്താവ് പറയാം, മോളെ നീ ഒന്ന് ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, ആരാധനയിൽ നീ ഉറച്ചു നിൽക്കുക, ഉദാശ ജീവിതത്തിൽ നീ ഉറച്ചു നിൽക്കുക. എന്നിട്ട് അടുത്ത വചനം കേൾക്കണമേ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ പിന്നീട് ഒരിക്കലും കാണുകയില്ല. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. അത് ഇപ്രകാരമാണ്, ഇന്ന് കണ്ട ഈ ശത്രുവിനെ നീ ഒരിക്കലും കാണുകയില്ല. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശത്രുവിനെയോ തകർച്ചയോ ശൂന്യതയോ കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളോ ആണ് കാണുന്നതെങ്കിൽ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഉറപ്പ് പറയുക, മക്കളെ, ഇന്ന് രാത്രി കൊണ്ട് ആ വഴി ഞാൻ അടയ്ക്കും. ആ ശത്രുവിനെ ഇനി ഒരിക്കലും നീ കാണുകയില്ല. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വാക്ക് പറഞ്ഞവൻ വാക്ക് പാലിക്കുന്നവനാണെന്ന് വീണ്ടും കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുവാൻ അവരുടെ മുമ്പിൽ വഴികളില്ല. ഇന്ന് അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തികൾ മുൻപോട്ട് പോകാൻ വഴികളില്ലാതെ പകച്ചു നിൽക്കുന്നു. നൈറ്റ് വിജിൽ രാത്രിയിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് വിവിധ സോഷ്യൽ മീഡിയയിൽ വചനം കേട്ടുകൊണ്ട് ഒരു പുതിയ വഴി തുറക്കാൻ വേണ്ടി വഴി തുറന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. സത്യമായി ഉറച്ചു വിശ്വസിക്കുക, കർത്താവ് ഈ രാത്രിയിൽ അതിശയകരമായി നിനക്ക്, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സമൂഹത്തിന് വേണ്ടി ഒരു വഴി തുറക്കാൻ അവൻ ശക്തനാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 14:21. എന്താണ് സംഭവിച്ചത്? ദൈവം വാഗ്ദത്തം ചെയ്തവൻ, വാക്ക് മാറാത്തവൻ, വാക്ക് പാലിക്കുന്നവൻ ആ രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയച്ചു. ആ രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയച്ചു. അവരുടെ പ്രതികൂലമായ ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് ആ രാത്രിയിൽ വീശിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, വരണ്ട നിലത്തെന്നതുപോലെ, ഒരു ഭൂപടത്തിലും രേഖപ്പെടുത്താത്ത, അന്നേ വരെ ആരും കാണാത്ത ഒരു വരണ്ട നിലത്തിലൂടെ, വരണ്ട വഴിയിലൂടെ, വരണ്ട നിലത്തിലൂടെ ദൈവജനം യാത്ര ആരംഭിച്ചു. ഇന്നേവരെ ശത്രു കാണാത്ത, ലോകം കാണാത്ത, നീ ചിന്തിക്കാത്ത വഴി നിനക്ക് തുറന്നു തരാൻ ഒരു കാറ്റ് ഈ രാത്രിയിൽ നൈറ്റ് ജാഗരണത്തിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികൾ തുറക്കാൻ, നിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികൾ തുറക്കാൻ, പുതുവഴി നിനക്ക് തെളിച്ചു തരാൻ ഈ രാത്രി ഒരു കാറ്റ് വീശുന്നുണ്ട്. ശാലോമിൻ്റെ ഈ ആലയത്തിൽ നിന്ന് ലോകമെമ്പാടും ഒരു കിഴക്കൻ കാറ്റ്, ആത്മാവാകുന്ന കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്താ ചെയ്യണം? ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. വെളിപാട് 3:8. ഇത് ആർക്കും പൂട്ടാൻ കഴിയാത്ത ഒരു വാതിൽ നിൻ്റെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചിരിക്കും. ഈ വചനം ഈ രാത്രിയിൽ മാംസം ധരിക്കാൻ പോവുകയാണ്. മുൻപോട്ട് പോകാൻ വഴിയില്ലാത്തവർ, സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവർ, എല്ലാവരും തിരസ്കരിച്ച് വഴി അടച്ചു കളഞ്ഞ സാഹചര്യമുള്ളവർ, കുടുംബജീവിതത്തിലെ അസമാധാനം മൂലം എല്ലാം തീർന്നു എന്ന് ചിന്തിച്ച് വഴി അടഞ്ഞ്
ചിന്തിക്കുന്നവർക്ക് ദൈവം ഈ രാത്രിയിൽ വെളിപാട് 3:8 വചനപ്രകാരം ഒരു വിശാലമായ വാതിൽ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഈ രാത്രി തുറന്നു വെക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉറച്ചു നിൽക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു വ്യക്തി നമ്മൾ കാണുകയാണ്. ഏറെ സുപരിചിതനാണ് ബർത്തിമോയസ്, തിമയോസിന്റെ പുത്രനായ ബർത്തിമോയസ്. യേശുവാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ധ്യാനമാണത്. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പ്രിയമുള്ളവരെ, സമൂഹം യേശുവിൻ്റെ ചുറ്റും കൂടിയവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും കൂടുതൽ ഉച്ചസ്വരത്തിൽ വിളിക്കാൻ തുടങ്ങി, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു അവിടെ നിന്നു. ഈ രാത്രിയിൽ ചുറ്റുപാടും എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ, കടബാധ്യതയാകാം, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പാരമ്യതയാകാം, അസമാധാനം നിറഞ്ഞ അന്തരീക്ഷമാകാം, എന്തുമാകട്ടെ എന്തെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ, വിശ്വാസത്തോടെ ഉറച്ചു നിന്നാൽ നിനക്ക് വേണ്ടി ഈ രാത്രി കർത്താവ് നിൽക്കും. ഈ രാത്രിയിൽ ലോകമെമ്പാടും സഞ്ചരിക്കുന്ന തൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ നിൻ്റെ മുമ്പിൽ കർത്താവ് നിർത്തും. എന്തിനാണെന്നറിയാമോ? നിൻ്റെ നിലവിളി കേൾക്കാൻ, നിനക്ക് മറുപടി തരാൻ കർത്താവ് ഈ രാത്രിയിൽ പ്രവർത്തിക്കാൻ ശക്തനായി നിൽക്കുകയാണ്. നമുക്കൊന്ന് ചാടിയാണ് എഴുന്നേൽക്കാം. വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ വിശ്വാസം ഒന്ന് ഉണർത്തി, എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി നിലകൊള്ളും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. 2 കരം ഉയർത്തി വാ തുറന്നൊന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? വിളിക്കട്ടെ, വിളിക്കട്ടെ. ആരാധന, 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 വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. പോരാ, പോരാ, വായി തുറന്ന് വിളിച്ചേ. യേശുവേ. ആരാധന, 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 സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ആമേൻ. മനുഷ്യശക്തി നമ്മെ തൊടുകയില്ല. ഉറപ്പ്. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ വിശ്വസിച്ചോ? മനുഷ്യശക്തി നമ്മെ തൊടുകയില്ല. ഇന്നു കണ്ട വിശ്രാമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. നന്നായി കരമടിച്ചേ, നന്നായി. ഇന്നു കണ്ട മിശ്രമിനി കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനി കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. കരമയത്തി അടിക്കാമോ? കരങ്ങൾ താഴ്ത്തി ആനന്ദിച്ച് ആനന്ദിച്ച് കാലൊന്ന് മാറ്റി ചവിട്ടി. ഇളർന്നു വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും, ചെങ്കടൽ
യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. മാധവന്റെ കൂടാരത്തിൽ അടുക്കയില്ല. മാധവന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. 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 കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. സകല വിശുദ്ധരെ ലുത്തിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ തുടരുക. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ. പരിശുദ്ധ കന്യാമറിയമേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മിഖായേലേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ റഫായേലേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗബ്രിയേലേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യൗസേപ്പേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പത്രോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തായി, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മർക്കോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂക്കോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോഹന്നാനേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തോമസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യൂദാ തദേവൂസ്, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സെബസ്ത്യാനോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗസ്തീനോസേ, മധ്യസ്ഥമേഖലേ ഞങ്ങൾക്കായി.
വിശുദ്ധനായ അന്തോണീസേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗീർവർഗീസേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയർ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സാലസ്, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമിനിക് സാവിയോ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ആൽബർട്ടേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർണാഡേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡോൺ ബോസ്കോ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരായേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസായേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മാർഗ്രറ്റേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മരിയ ഗുരേന്തി, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചു ത്രേസ്യ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മറിയം ത്രേസ്യ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വേറോനിക്ക, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്നായേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ആഗ്നസേ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഫൗസ്റ്റീന, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസിലിയ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരെ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരെ, മധ്യസ്ഥമേകണേ ഞങ്ങൾക്കായി. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും മധ്യസ്ഥമേകണേ